നമുക്ക് ഗുഡ് ഹെയർ ഡേ ആണ് കേട്ടോ. ഇത് നമ്മൾ 2 പ്രാവശ്യം വരേണ്ടി വരും കണ്ടു തീർക്കടിക്കൽ. അതിനൊന്ന് കിട്ടിയാൽ മതി. അതിനൊരു ടോയ്സ് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇതവന് ഭയങ്കര ഇഷ്ടമായി. പാമ്പ് ഒരു സൂപ്പർ റൂഫ് ടോപ്പ് അടിപൊളി എന്തൊക്കെയോ സംഭവങ്ങൾ. ഫീഡ് ചെയ്യേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മെട്രോൻ്റെ ഭയങ്കര കാഴ്ചലായിരുന്നു. മെട്രോൻ്റെ ഫീഡിങ് റൂം നോക്കും. അടിപൊളി സംഭവം. അതും ഒറ്റക്കിരുത്തിന് അഹങ്കാരം. എങ്ങോട്ടാ പോണ്ട അതൊക്കെ ശരിക്കും. എയർപോർട്ടിലേക്ക് പോകണ്ടേ? എയർപോർട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് ഇത് താമ്പരല്ലേ? അപ്പോൾ ഇതാ വീണ്ടും ഒരു സൺഡേ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആസ് യൂഷ്വൽ നമ്മളിന്ന് പുറത്ത് പോകുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരു മോളുണ്ട് എന്ന് പറഞ്ഞിടാം. നമ്മൾ സാധാരണ ഫിനിക്സ് മാളിലും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള എയറോ ഹബ് മാളിലേ പോവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഒരു വടപളനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ഇവിടെ നമ്മുടെ മാളിൽ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ പോയ മാളിൽ. അപ്പം അത് ഇവിടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. വടപളനി മെട്രോ സ്റ്റേഷൻ്റെ കണക്റ്റിംഗ് ആയിട്ടുള്ള മാളാണെന്ന് പറഞ്ഞു. നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പം അതും കൂട്ടായിട്ടും ഇറങ്ങി ഞാനിതാ ഇറങ്ങി നടക്കാൻ പോകുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലടക്കട്ടെ. നമ്മളിറങ്ങി നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ റൂമും ഫുള്ള് റെനോവേറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും അവരതുമൊക്കെ പൊളിച്ചിട്ടില്ല. ഞാൻ കാണിക്കാം മറന്നു ഇറങ്ങുന്നു. ഫുള്ള് പൊട്ടിയൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, അപ്പത്തേക്ക് പൊടിയാണ്. പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ റൂഫിൻ്റെ പണി നടക്കുന്നുണ്ട്, റൂഫ് ടോപ്പിൻ്റെ. അപ്പോൾ അവിടെ ഇന്ന് വാർപ്പാണ്. ആദ്യത്തെ വാർപ്പെല്ലാം പോക്കിയിട്ട് ലീക്കുള്ളത് കൊണ്ട് അവരത് ശരിയാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇതാ സംഭവം. വാർപ്പിൻ്റെ സാധനങ്ങൾ മേലേക്ക് എത്തിക്കുന്ന സംഭവം മിക്സിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നോക്കിയാൽ നമ്മളെ സമയം പോകും. വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു സമയം എനിക്ക് തോന്നുന്നത് എത്രയാണെന്നറിയില്ല, ഒരു 4:50 ഇപ്പം. നമ്മളിന്ന് വളരെ നേരത്തെയാണ്, നേരം പോയിട്ടാണെന്ന് അറിയില്ല. നമ്മളെ സെക്യൂരിറ്റിയാണിത്. ഇവിടെ ഫുള്ള് പൊടിയായതുകൊണ്ട് കാല് കഴുകണം. കാല് കഴുകാണ്ട് പോകാൻ പറ്റില്ല, മൊത്തം പൊടിയാ കാല്. അയ്യോ വെറുതെ കാല് കഴുകിയ പോലെ പൈസ. നമ്മളിന്ന് ബ്ലാക്ക് ടീമിലാണ് ഗൈസ്, എല്ലാവരും ബ്ലാക്ക്. കരിദിനം അത് കുറച്ചും കൂടി ഹൈടെക് ആണല്ലേ. അതൊന്ന് ബ്ലാക്ക് പോലെ നോക്കറാ അല്ലേ, ഹൈടെക് വാർപ്പാണ്. ഇവിടെ ഒരു ദിവസം വന്നു കുത്തിപ്പൊളിക്കുന്നു, പിറ്റേ ദിവസം എല്ലാം വൃത്തിയാക്കുന്നു, 3-ാമത്തെ ദിവസം വാർപ്പ് കഴിഞ്ഞ് 4 ദിവസം ആൾക്കാർ പോയി. സൂപ്പർ. നമ്മുടെ അടുത്ത് മറ്റേ ഈ സ്റ്റെപ്പല്ലേ ആക്കുള്ളൂ, അവർ ഡയറക്റ്റ് കയറി പോവല്ലേ അല്ലേ. പക്ഷെ ഇത്ര ഹൈറ്റിൽ കയറി വിടുന്നു. അതൊന്ന് ഉറക്കം മനസ്സിലാൻ തോന്നുന്നു. നമുക്ക് ഗുഡ് ഹെയർ ഡേ ആണ് കേട്ടോ. വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നും ആയിരിക്കുമല്ലോ പോലെ. ഞാൻ കയറ്റി കെട്ടും. ഇങ്ങനെ ഒരു ആർഭാടത്തിന് മുടിയെല്ലാം അയച്ചെടുത്ത് പോകാന്നേ.
ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആയി. ആദ്യം ഉറങ്ങിപ്പോയി. പിന്നെ എക്സ്പ്രസ് പോകുന്ന ഭയങ്കര സൗണ്ട് പോയി കഴിഞ്ഞിട്ട് പറയുന്നത് നല്ലത്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്തും. 2 ടിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങോട്ടൊക്കെ നടന്നു അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അപ്പോൾ ആ ദിവസം ഉറങ്ങിപ്പോയി. അവൻ്റെ ഉറക്കത്തിൻ്റെ ടൈമായി. നമ്മൾ അവിടെ നിന്ന് ഉറങ്ങുമോ നോക്കി. 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങിയാൽ നല്ലതാണ്, കുഴപ്പമില്ല. അവിടെ എത്തുമ്പോഴത്തേനെ എഴുന്നേറ്റാൽ മതി. നമ്മളിവിടുന്ന് തൃശ്ശൂലം, അതായത് എയർപോർട്ട് സ്റ്റേഷനിൽ പോയി അവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് മെട്രോന് ഒരു 5 സ്റ്റോപ്പ് വ്യത്യാസമുണ്ടെന്നു. വടവളഞ്ഞി എന്ന് പറയും. ട്രെയിൻ എത്തിപ്പോയി. വിളിച്ച് പോയി കഴിഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഈ ട്രെയിനിലാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. അതാണ് മെയിൻ കാര്യം. ട്രെയിൻ പെട്ടെന്ന് ഇരുന്ന് വന്ന് അതുകൊണ്ട് ഓടിയിട്ട് കയറി. ഉറക്കമുണ്ട്, ഉറങ്ങിയാൽ മതി. തിരക്ക് അങ്ങനെയില്ല, കുഴപ്പമില്ല. അത് ഉറങ്ങിപ്പോയി ഗൈസ്. നമ്മളിത് അടുത്ത സ്റ്റോപ്പിലാണ്. ക്രോംപേട്ട എത്തി. അതിന് അപ്പുറത്തെ സ്റ്റോപ്പാണ് എയർപോർട്ട്. ട്രെയിൻ ഇറങ്ങിയിട്ട് ഇല്ല, എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണേന് മെട്രോ സ്റ്റേഷൻ അവിടെ എത്തിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ എയർപോർട്ട് എത്തി. ഇതിന് റൂട്ടിന് മെട്രോ സ്റ്റേഷനിലേക്ക് ആയിരുന്നു. അതുകൊണ്ട് എത്തുന്നവരെ ഉറങ്ങിയാൽ മതിയായിരുന്നു. നമ്മുടെ നാട്ടിലെ മെട്രോ അല്ലേ, ഇവിടുത്തെ മെട്രോ ഭയങ്കര തണുപ്പം. കൊച്ചി മെട്രോയിൽ അത്ര തണുപ്പില്ല, ഇത് ഭയങ്കര തണുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയെല്ലാം വന്നപ്പോൾ മെട്രോ കയറിയിട്ട് പണി കിട്ടി. അതിന് തീരെ പറ്റുന്നില്ലായിരുന്നു. AC മാത്രമല്ല, പിന്നെ അവന് സൗണ്ടൊന്നും പിന്നെ ഉണ്ടാവില്ലല്ലോ. അതിനുള്ള കയറിയാൽ ഭയങ്കര ഇതല്ലേ, അതുകൊണ്ട് അവന് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ഇന്ന് അവിടെ എത്തുന്നേരം ഉറങ്ങിയാൽ കുഴപ്പമില്ല. അത് ചോദിച്ചു നോക്കാം. ആ ഇങ്ങോട്ട് നിൽക്കണം ബാക്കോട്ട്. ഓ ഓ ഓ ഓ ഇതല്ലേ കോയമ്പേട് അണ്ണാനഗർ എഗ്മോർ? അത് ഇന്ത്യ. ഇതാണ് കോയമ്പേട് അണ്ണാനഗർ എഗ്മോർ. ആ ഇതാ. ഓ അമ്മയുടെ പൊന്നു എണീച്ചോ? മെട്രോയിൽ കയറി ആദ്യം എണീറ്റു. ഞാൻ വെച്ച് അങ്ങെത്തുന്നവരൊന്ന് ഉറങ്ങിയിട്ട് കൊമ്പിലിരുന്നു. ഇവിടെ എത്ര 3 സ്റ്റോപ്പാ? 4, 5 സ്റ്റോപ്പ്. 5 സ്റ്റോപ്പ് പോയി.
മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. മെട്രോന്ന് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. ആദ്യം നമ്മളൊന്ന് പുറത്ത് കിടക്കട്ടെ. ഭാവേ അതു ടാറ്റാ ടാറ്റാ അതു ടാറ്റാ അതു അതു അതും എടിയോ വന്നു അതും അതെന്ത് ശരിയാ അതും അതും നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങാൻ എസ്കലേറ്റർ ഉണ്ടോ? പുറത്തിറങ്ങിയിട്ട് വേണം പോവാനല്ലേ? ഇവിടെ കുറേ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ചേട്ടാ. ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റെല്ലാം. ഓ നമ്മൾ അവിടെ നിന്ന് വന്നു. നെക്സസ് വിജയ മാൾ എന്നാണ് കാണുന്നത്. ഫോറം മാൾ പക്ഷെ അവിടെ ഫോറം വിജയ മാൾ എന്നാണ് ഉള്ളത്. പക്ഷെ ഇത് നെക്സസ് വിജയ മാൾ എന്നല്ലേ? ഏതോ ഇതാണ് സംഭവം. ഓ ഇവിടെ വലിയ അപ്പാർട്ട്മെന്റ്, അതിൻ്റെ ഇപ്പുറം മോള്. സുഖം, സുന്ദരമായ സംഭവം. ഏട് പോന്നേ? കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും. അതിനുള്ള ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് ഇവിടെ നിന്ന് കൊടുക്കണം. ഭയങ്കര കാറ്റാണ്. നല്ല കാറ്റ്. നല്ല കാറ്റല്ലേ? അതിന് വിശക്കുന്നുണ്ട്. ഇനി ഫുഡ് കൊടുക്കണം. ഫുഡെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കൊടുക്കുകയോ വേണ്ടു. അയ്യോ ഭയങ്കര തിരക്ക്. ഭയങ്കര തിരക്കാന്നല്ലേ? ഓ ഇവിടെ മറ്റേ എല്ലാം ഒരുമിച്ചല്ലേ? ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. പക്ഷെ ഇത് നമ്മൾ 2 പ്രാവശ്യം വരേണ്ടി വരും കണ്ടു തീർക്കടിക്കൽ. അതിന് സ്വന്തമായിട്ട് ഫുഡ് കൊടുത്തു. കാരണം അവൻ ഭയങ്കര വാശിയായിരുന്നു. ഫുഡ് കൊടുത്തതിന് നമ്മളിപ്പോൾ ഹോട്ടൽ വന്നിട്ടാണ് ഹോട്ടൽ വന്നിട്ട് ഫുഡ് കൊടുത്തു. ഫീഡിങ് റൂമൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഒന്ന് താഴേക്കെല്ലാം പോകണം. നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ ഓരോന്നായിട്ട് നോക്കണം. സംഭവം അടിപൊളിയാണ്. നമ്മൾ ലുലു മോളിൻ്റെ ഏകദേശം ഒരു സംഭവം. പക്ഷെ അടിപൊളിയാണ്. അതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫുഡ് കോർട്ട്. നല്ലത്
ഓ അതിനതൊന്ന് കിട്ടിയാൽ മതി. അതിനൊരു ടോയ്സ് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇതവന് ഭയങ്കര ഇഷ്ടമായി. പാമ്പ് ഇത് നമ്മൾ വാങ്ങാൻ തരും 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 തരും. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെട്ടോ? അത് നല്ല രസം. ഇതിനൊക്കെ റേറ്റ് വയ്ക്ക്, ജസ്റ്റ് റേറ്റ് വയ്ക്ക് ഇതിന്. ആ മൂങ്ങ ഇനി ഇത് കട്ടിച്ച് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ടോയ്സ് കണ്ടാലും അവന് അങ്ങനെ ടോയ്സ് കണ്ടാലും ഇഷ്ടപ്പെടില്ല. അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ കുറേ ഇങ്ങനത്തെ കളറുള്ള കുറേ ടോയ്സ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ അത് ഭയങ്കര തുള്ളാട്ടം. ഫുഡാടാ നമുക്ക് കയറിയല്ലോ അതിൻ്റെ അകത്ത്. നല്ല രസമില്ലാണ്. അതുനിയൊന്നും വേണ്ട. ഒരു ടോയ്സ് വീട്ടിന് അത് തീർന്നു, അത് തിന്ന് തീർത്തു. ഒരു സൂപ്പർ റൂഫ് ടോപ്പ്, അടിപൊളി എന്തൊക്കെയോ സംഭവങ്ങൾ. അവിടെ പോകണം. പലാസോ എന്നാ സംഭവം എന്നറിയില്ല, നമുക്ക് നോക്കാം, മേലേക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ പുറത്തിറങ്ങി. കുറേ കാണാനുണ്ട്, സമയമില്ല. അതാണ് നമ്മളിന്ന് വെറുതെ പരീക്ഷണാടിസ്ഥാനത്ത് വന്ന് നോക്കിയതാണ്. അറിയാത്തതുകൊണ്ട് സ്ഥലത്ത് വന്ന്. സംഭവം അടിപൊളിയാണ്. ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. റേറ്റും കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ല. എല്ലാ ബ്രാൻഡും കാര്യങ്ങളുണ്ട്. ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു വീക്ക് ഡീറ്റെയിലായിട്ട് സംഭവം വാങ്ങാനും വരാം. നമ്മൾ ഇതുവരെ ഇവിടെ മാളിൽ വന്നിട്ടൊന്നും ഹൈപ്പർ മാർക്കറ്റ് കണ്ടില്ല. പക്ഷെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ നല്ല ഒരുപാട് ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കാൻ പറ്റുമോ, ഇവിടെ ക്യാമറ അലൗഡാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എടുക്കാൻ. നമ്മൾ അടുത്ത ആഴ്ച ഡീറ്റെയിലായിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗിൻ്റെ കൂടെ ആ വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ആഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന. അപ്പം അത്ര കുതകട അതിന് ഫീഡ് ചെയ്യേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മെട്രോൻ്റെ ഭയങ്കര കാഴ്ചയിലായിരുന്നു. മെട്രോൻ്റെ ഫീഡിങ് റൂം നോക്കി നോക്കുമ്പോൾ അടിപൊളി സംഭവം. നല്ല ഫീഡിങ് റൂം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഫാനെല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ചെയറുണ്ട്, ഫാനുണ്ട്, പില്ലോ ഉണ്ട്. അടിപൊളി സംഭവം കണ്ടോ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടോ. 2 കമ്പാർട്ട്മെൻറ്റ്, ആർക്ക് 2 പേർക്ക് വന്നാലൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റൂമാണ്. ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടായിരുന്നത്. ലൈറ്റ് ഓഫാക്കിയിട്ട് ഇറങ്ങാം. ഡോറ് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കേ, അവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പറെല്ലാം ഉണ്ട്. നന്നായി, അടിപൊളി സംഭവം. പുറത്ത് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. ഇതാണ് സംഭവം, ഫീഡിങ് റൂം. നല്ല സംഭവം. മെട്രോ സ്റ്റേഷനിൽ ഇത്ര അടിപൊളി ഫീഡിങ് റൂം. മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുന്ന 3 അതം അവൻ്റെ പുഴുവിനവനെ എറിഞ്ഞനെ മടുത്തു. അങ്ങനെ അങ്ങനെയാവും, നേടൂല. അതും ഒറ്റക്കിരിക്കുന്ന അഹങ്കാരം. അല്ലേ 5 മിനിറ്റ് ട്രെയിൻ. ഈ മെട്രോ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവും. ഗ്ലാസ് എല്ലാം കവറാണ്, അതുകൊണ്ട് ഒരു രസമില്ല പുറത്തേക്ക് കാണാം. അത്
ആ എങ്ങോട്ടാ പോകണ്ടേ അതൊക്കെ ശരിക്കും. എയർപോർട്ടിലേക്ക് പോകണ്ടേ? എയർപോർട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് ഇത് താമ്പര അല്ലേ? നമുക്ക് പെരിങ്ങൽത്തൂർ വണ്ടിയിൽ എന്തിട്ടാ? ആ ഓക്കെ, താമ്പരം വണ്ടിയിൽ കയറട്ടെ. പെരിങ്ങൽത്തൂർ വണ്ടി വന്നിട്ടില്ല. ആ ഒരു സംഭവം ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ സീറ്റ്, വീണ് താഴെ അറിയാമേ. അപ്പം നമ്മൾ ട്രെയിനിലാണുള്ളത്, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന. നമ്മൾ എയർപോർട്ട് സ്റ്റേഷനിലല്ല ഇറങ്ങിയത്, സെൻറ്റ് തോമസ് മൗണ്ടിലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ വന്ന് തിരിച്ചു പോകണം. ആകെ മൊത്തം ടയർഡായി ഗൈസ്. അപ്പോൾ നമ്മൾ നിർത്തുവാണ് ബ്ലോഗ്. അതിന് ഫുള്ള് ദേഷ്യം പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ.